കളിയാക്കൽ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യം ആദ്യമൊക്കെ ഓർത്തിരിക്കുമായിരുന്നു, അത് സത്യമാണ്. പക്ഷെ ഇപ്പം അതിന് തീരെ ടൈമില്ല. ഒന്നാമത്തെ കാര്യം ഇതിന് വേണ്ടിയിട്ട് ഇന്നലെ കൂടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു കമൻറ്റ് വന്നു, ഞങ്ങളെ പിന്നെ കമൻറ്റ് ഇതിന് വന്ന് നിങ്ങളുടെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിമെൻ്റൽ അപ്രോച്ചാണ്, കാല് കാണിച്ചറിയത്. ഞാൻ എന്നുള്ളൊരു വ്യക്തി ബ്ലോഗ് ചെയ്യട്ടെ റീൽ ചെയ്യട്ടെ എന്തോ ആയിക്കോട്ടെ, അത് എന്നിലൂടെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ അത് ചെയ്യാൻ പറ്റും. ഞാനൊരു ഡിസേബിൾഡ് പേഴ്സണാണ്. എൻ്റെ അനുഭവങ്ങൾ മാത്രമേ എനിക്ക് റീൽസിലൂടെ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെയാണ്, ഏറെക്കുറെ എന്നിലൂടെ കടന്നുപോയ അനുഭവങ്ങളാണ് ഞാൻ മേ ബി കണ്ടൻ്റായിട്ട് ചെയ്യുന്നത്. ഇന്നലെ തന്നെ നമ്മുടെ ഒരു പെൺകുട്ടി തേക്കുന്നൊരു ഇത് വന്നു. എൻ്റെ +2 ലൈഫിൽ ഞാൻ അനുഭവിച്ചാണ്. എൻ്റെ കാലിനെ ചൊല്ലി ഇങ്ങനൊരു പയ്യനെ എന്നോട് ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കാല് വയ്യാത്തത് കൊണ്ട് എന്നെ ഉപേക്ഷിച്ച് പോയൊരു പെൺകുട്ടി, അവളുടെ കൂട്ടുകാരികൾ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് എന്നെ ബേസ് ചെയ്ത് എനിക്ക് മാത്രം അനുഭവിച്ച എൻ്റെ മാത്രം വിഷമമാണ്. അപ്പോൾ അത് ഞാൻ മറ്റുള്ളവരിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് റീച്ചാക്കുക. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നത്. ഇനി അങ്ങനെ തന്നെ തുടരും. അതിനകത്ത് സെൻറ്റിമെൻ്റൽ അപ്രോച്ചായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്.